മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. മോഡി എന്ന് പറഞ്ഞാൽ ഒരു ടെററിസ്റ്റ് ആണ്, ഒരു ഭീകരനാണ് എന്ന് കൂടി ഖാർഗെ പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ നിങ്ങൾക്ക് ഒരു ടെററിസ്റ്റ് എന്ന് വിളിക്കാൻ കഴിയുക? അദ്ദേഹം ഉടൻ തന്നെ മറുപടി പറഞ്ഞു, കേട്ടു, ഞാനൊരു ഭീകരവാദിയായിട്ടൊന്നും നരേന്ദ്രമോദിയെ ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ഇൻകം ടാക്സിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുകയാണ്, പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ ഈ പറയുന്ന നരേന്ദ്രമോദിയെ ടെററിസ്റ്റ് എന്ന് വിളിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിസ്തീർണം. കൃത്യമായി ആ വാക്കുകൾ തന്നെ ഞാൻ കോട്ട് ചെയ്യാം. മൈ ഇന്റൻഷൻ ഈസ് ദാറ്റ് ദേ ആർ ടെററൈസിംഗ് ദി പൊളിറ്റിക്കൽ പാർട്ടീസ്, ലീഡേഴ്സ് ആൻഡ് അതർ സപ്പോർട്ടേഴ്സ്. ഈ വാക്കുകളാണ് കേട്ടോ ഖാർഗെ വിസ്തീർണമായിട്ട് പറഞ്ഞത്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ നൽകുകയും ചെയ്തു. എന്നാൽ BJP വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അവർ രാജ്യത്ത് തന്നെ വലിയ പ്രതിഷേധമുണ്ടാക്കി. വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്ട് ചെയ്തു. 24 മണിക്കൂറിനകത്ത് വിശദീകരണം നൽകാനാണ് ഖാർഗെയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, 6 മണിക്കൂർ പരാതി കിട്ടി, 6 മണിക്കൂറിനുള്ളിൽ ആക്ട് ചെയ്ത ഒരു സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിങ്ങൾ കേട്ടില്ലേ ഉണ്ണി ബാലകൃഷ്ണന്റെ ഇപ്പോ വേദന എന്താ? യഥാർത്ഥത്തിൽ ആദ്യമേ ഞാനൊരു കാര്യം എടുത്തു പറയാം. ഈ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ കോൺഗ്രസിന്റെ വക്താവാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ചെന്നൈയിൽ തമിഴ്നാട് ഇലക്ഷൻ പ്രചരണമൊക്കെയായി ബന്ധപ്പെട്ട് ചെന്നൈയിലെത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞു മോദി ഭീകരവാദിയാണ് എന്ന്. ആ വിഷയത്തിലാണ് ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 മണിക്കൂർ കൊണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദീകരണം തേടി അതെങ്ങനെയാ ശരിയാവുക എന്നൊക്കെയാണ് ഇപ്പോ ഇയാൾ ചോദിക്കുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് വക്താവാണെങ്കിൽ കൊള്ളാം. നമ്മുടെ കേരളത്തിലെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു തര ഇതൊക്കെ വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ ഉണ്ണി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അങ്ങനെ വിളിച്ചില്ല, ഇങ്ങനെ വിളിച്ചില്ല, അങ്ങനെയാ പറഞ്ഞത് എന്നൊക്കെയല്ലേ മല്ലികാർജുൻ ഖാർഗെ എന്താ പറയുന്നത്? ഞാനൊന്നും ഇവിടെ കൊടുക്കാം, നിങ്ങൾ കേട്ടു. മോദി മോദി ഭീകരവാദിയാണ് എന്ന് കൃത്യമായിട്ട് ഈ പറയുന്ന മല്ലികാർജുൻ ഖർഗെ ഒരു ഉളപ്പമില്ലാതെ നെറുകേട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 മണിക്കൂർ കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഭീകരവാദി എന്നൊക്കെ വിളിച്ചാൽ 6 മണിക്കൂർ എടുത്തത് പോലും ശരിയാണോ? അടിയന്തരമായിട്ട് അതിന് വിശദീകരണം ചോദിക്കണേ. എന്നിട്ട് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകൻ പറയാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാഗം കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രത്തോളം വലിയ രീതിയിൽ എതിർപ്പ് രാജ്യത്തുണ്ടാവുന്നത് എന്നൊക്കെ. ആരാ എതിർക്കുന്നത്? രാജ്യത്തെ പ്രതിപക്ഷം, അല്ലാതെ രാജ്യത്തെ സാധാരണ ജനങ്ങളല്ലല്ലോ. രാജ്യത്തെ പ്രതിപക്ഷല്ലേ ഇതൊക്കെ എതിർക്കുന്നത്. എന്നിട്ട് കോൺഗ്രസ് വക്താവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഉണ്ണി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ, ജനാധിപത്യ ചരിത്രത്തിൽ ഇത്രയേറെ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ടാകില്ല. എന്താണ് കോൺഗ്രസ് വക്താവായിട്ടുള്ള ജയറാം രമേശ് പറഞ്ഞത്? തന്റെ യജമാനന് വേണ്ടി ഇന്ത്യയുടെ ജനാധിപത്യം ബലിയർപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഭീരുവായിട്ടുള്ള ഒരാളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ എന്നാണ്. അത്തരം ഒരു ആശങ്ക പങ്കുവയ്ക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം. നോക്കൂ, ഈ രാജ്യത്തെ ജനാധിപത്യം തുലാസിലാണോ എന്ന ആശങ്ക പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾ കേട്ടില്ലേ, ഈ രാജ്യത്തെ ജനാധിപത്യം തുലാസിലാണ് എന്നൊക്കെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ വിളിച്ചു പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് തെളിവായിട്ട് എന്താ വിളിച്ചു പറയുന്നത്? കോൺഗ്രസിന്റെ വക്താവ് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന്. ഇതൊക്കെ ആരെങ്കിലും ഉൾക്കൊള്ളൂ? ഇതൊക്കെ പുച്ഛിച്ചു തള്ളില്ലേ? രാജ്യത്തെ പ്രതിപക്ഷം ഈ രാജ്യത്തിന്റെ പവിത്രമായ ഭരണഘടനാ സ്ഥാപനത്തെ പോലും പിച്ച് ചീന്താനാണ് ശ്രമിക്കുന്നത് എന്ന് എന്തുകൊണ്ടാ ഉണ്ണി ബാലകൃഷ്ണനൊന്നും വിളിച്ചു പറയാൻ സാധിക്കാത്തത്? ഉണ്ണി ബാലകൃഷ്ണനൊക്കെ നല്ല ഒന്നാന്തരം കോൺഗ്രസിന്റെ വക്താവായതുകൊണ്ട് മറ്റൊരു കാര്യം എടുത്തു പറയണ്ടേ. നമ്മുടെ കോൺഗ്രസ്, ഈ പറയുന്ന കോൺഗ്രസ് കർണാടകയിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പ്രശ്നമില്ല. പറയുന്ന തെലങ്കാനയിൽ കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. പറയുന്ന കേരളത്തില് UDF LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഒരു സീറ്റ് ഒഴിച്ച് മറ്റെല്ലാം പ്രതിപക്ഷത്തിന് കിട്ടിയ സമയത്തും ഒരു പ്രശ്നമില്ല. ഈ രാജ്യത്ത് 99 സീറ്റ് കോൺഗ്രസിന് കിട്ടിയ ഒരു സ്ഥലത്തും തിരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു പ്രശ്നമില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് എവിടെ മാത്രം? BJP ജയിക്കുന്നിടത്ത് മാത്രം. അല്ലാത്ത ഒരു സ്ഥലത്തും തിരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു പ്രശ്നമില്ല. ഇത്
തോറ്റമ്പുമ്പോ കുട്ടികളൊക്കെ കളിയിലിളമ്പി എന്ന് പറയും. ഈ കളിയിലിളമ്പുന്ന 8 നിലയിൽ പൊട്ടുമ്പോ ചെറിയ കുട്ടികളൊക്കെ കിടന്ന് കരയുന്നത് പോലെയല്ലേ കോൺഗ്രസ് ഈ രാജ്യത്ത് കിടന്ന് നിലവിളിച്ച് മുന്നോട്ട് പോകുന്നത്? എന്നിട്ട് ഉളുപ്പില്ലാതെ ഉണ്ണി ബാലകൃഷ്ണൻ പറയാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഭീകരൻ എന്ന് പറഞ്ഞതിന് പെട്ടെന്ന് ആക്ഷൻ എടുത്തു, ഇതൊരു പക്ഷം ചേരലാണ് എന്നാ ഈ ഉണ്ണിയൊക്കെ ഉളുപ്പില്ലാതെ പറയുന്നത്. എന്നിട്ട് അവിടെ ഉണ്ണി മറ്റൊന്നു കൂടി ന്യായീകരിക്കുന്നുണ്ട്. ഈ മല്ലികാർജുൻ ഖർഗെ ചെന്നൈയിലെത്തിയിട്ട് ദ്രാവിഡ രാഷ്ട്രീയവും അതേപോലെ തന്നെ സനാതന രാഷ്ട്രീയമൊക്കെ ഒരുമിച്ചെങ്ങനെ പോകുമെന്നൊക്കെ ചോദിച്ചു, അത് വലിയ സംഭവമാക്കിയിട്ട്. അതേസമയം ഉണ്ണി ബാലകൃഷ്ണന് എന്തുകൊണ്ടാണ് ചോദിക്കാൻ സാധിക്കാത്തത്? DMK, കോൺഗ്രസ്, പറയുന്ന CPI, മുസ്ലിം ലീഗ്, CPM, CPI, ഈ സകല ഗുലാബി ആളുകളും ഒരുമിച്ച് മത്സരിക്കുന്നതിൽ ഒന്ന് DMK, MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തെ, കുഷ്ഠരോഗത്തോട് ഹിന്ദു മതത്തെ അപമാനിച്ച് മുന്നോട്ട് പോകുന്ന അതേ DMKയും രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SDPIയുമായിട്ട് കൂട്ടുമുന്നണിയിൽ മുന്നോട്ട് പോകുമ്പോ ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? എന്തിനെയാണ് ഇവിടെ അടിച്ചമർത്താൻ രാജ്യത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഭരണപക്ഷമായിട്ടുള്ള DMKയും SDPIയും കോൺഗ്രസ് ഒക്കെ ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് അവിടെ എന്ത് തേങ്ങയാ ചെയ്യുന്നത്? ആ മുന്നണി എങ്ങനെയാ ശരിയാവുക എന്ന് എന്തേ ഒരിക്കൽ പോലും ഉണ്ണി ബാലകൃഷ്ണൻ ചോദിക്കാത്തത്? ഇത് ബോധമുള്ള ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരവാദി എന്ന് പറഞ്ഞതിന് അതിന് പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ ആക്ഷൻ എടുത്തു, അതിന് തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു. അതിന്റെ വിശദീകരണം നൽകാൻ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടപ്പോഴേക്ക് ഉണ്ണി ബാലകൃഷ്ണൻ ഉറഞ്ഞു തുള്ളിയിട്ട് വിളിച്ചു പറയോ പക്ഷമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണല്ലേ. ജയിക്കുന്ന എല്ലാ സ്ഥലത്തും ഇലക്ഷൻ കമ്മീഷൻ ഗുഡ് സർട്ടിഫിക്കറ്റ് ആണല്ലോ കോൺഗ്രസ് ഇങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുക്കാറുള്ളത്. പരാജയപ്പെടുന്ന എല്ലാ സ്ഥലത്തും കമ്മീഷൻ മോശന്നു. എന്നിട്ട് അതിലേക്ക് ന്യായീകരിക്കാൻ ഉളുപ്പില്ലാതെ ഉണ്ണി പറയാ. എന്നിട്ട് ഉണ്ണി എന്താ വിളിച്ചു പറയുന്നത്? കോൺഗ്രസിന്റെ വക്താവ് രാഹുൽ ഗാന്ധി അത്ര നടന്നു, ഇത്ര ഓടി, ഇത്ര നീന്തി എന്ന് കൂടി അങ്ങ് പറഞ്ഞേക്കണോ? ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് എന്ന് പറയുന്നത് പ്രതിപക്ഷം. അവർ ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനത്തെയാണ് നിരന്തരം വെല്ലുവിളിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഭീകരൻ എന്നൊക്കെ വിളിച്ചു പറയുമ്പോ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൽ ഇടപെടുക. അവരതിന്റെ നിയമം അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതിന് ഉണ്ണി മരമൊണ്ണകൾ പറയും പോലെ പറയുന്നുണ്ട്, BJP അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ അത് തിരഞ്ഞെടുപ്പ് സമയത്താണോ ഈ പറയുന്ന പ്രതിപക്ഷത്തെ കോൺഗ്രസിനെ രാജ്യദ്രോഹികൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന്? അത് ഏത് സമയത്തായിരുന്നു? രാജ്യത്ത് ഓപ്പറേഷൻ സിന്ദൂർ, നമ്മുടെ രാജ്യം പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത് പാകിസ്ഥാന് വേണ്ടി കോൺഗ്രസ് ട്വിറ്റർ പോസ്റ്റുകളായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അന്ന് എക്സ് പോസിറ്റീവായിട്ട് പാകിസ്ഥാൻ ബാധിക്കുന്നത് എന്തോ അതുമായിട്ട് കോൺഗ്രസ് രംഗത്തെത്തി. അന്ന് രാജ്യദ്രോഹികളെന്ന് കോൺഗ്രസിനെ വിളിച്ചിട്ടുണ്ട്. അന്ന് തിരഞ്ഞെടുപ്പ് കാലല്ല രാജ്യത്ത്. ആ സമയത്ത് അങ്ങനെ പറഞ്ഞില്ലേ, അപ്പൊ ഇങ്ങനെ പറഞ്ഞതിന് എന്തിന് ആക്ഷൻ എടുത്തു എന്നൊക്കെയാ ഈ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ ചോദിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടത്തുമ്പോ ഇലക്ഷൻ കമ്മീഷൻ അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുക? എന്നിട്ട് ഇതൊക്കെ ഒരു ഗിമ്മിക്ക് കാട്ടിയിട്ട് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പൊക്കെ എന്തോ തട്ടിപ്പ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ പെടാപ്പാടാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ ചാനലിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയാ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് കോൺഗ്രസിന്റെ നേതാവ് ഭീകരവാദി എന്നൊക്കെ വിളിച്ചിട്ടുള്ളത്. അതിന് ആക്ഷൻ എടുക്കൂ. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ ഈ ഉണ്ണി പറയുന്നത്? ഈ ഉണ്ണിയൊക്കെ കരുതുന്നത് കോൺഗ്രസ് ജയിക്കുന്നിടത്തൊക്കെ ഒരു പ്രശ്നമില്ല, BJP ജയിക്കുന്നിടത്തൊക്കെ പ്രശ്നവും. നിങ്ങളൊക്കെ വേറെ എവിടെയെങ്കിലും പറഞ്ഞ് പോയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. ഇതൊക്കെ രാജ്യത്തെ നമ്മുടെ കേരളത്തിലെ മലയാളം അറിയുന്ന സകല ബോധമുള്ള ആളുകളും ഇതൊക്കെ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒക്കെ കേൾക്കുമ്പോൾ ബോധമുള്ള മലയാളികളൊക്കെ പുച്ഛിച്ച് തള്ളു. 24 മണിക്കൂറും ഇയാളൊക്കെ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും വേണ്ടിയിട്ട് പണിയാണ് കേരളത്തിൽ എടുക്കുന്നത് എന്നുള്ളതൊക്കെ സകല മലയാളികളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.